കാര്യങ്ങൾ എനിക്കൊരു വിശദീകരണം ആവശ്യമായിട്ടുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ജീവൻ ഏത് ജീവനാണെങ്കിലും ബോധപ്രാപ്തിയിലോട്ട് പോകുന്നു. അത് അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനിയാണ്. എല്ലാവരുടെയും ഡെസ്റ്റിനി അത് തന്നെയാണ്, ബോധപ്രാപ്തി തന്നെയാണ്. അപ്പൊ അതില് രണ്ടു തരത്തിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇപ്പൊ ഉള്ള ഒരു നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം ഇതിനപ്പുറം ഏതെങ്കിലും ഒരവസ്ഥയിൽ, ഏതെങ്കിലും ഒരു ജന്മങ്ങളിൽ ഈ ജീവിത വ്യാപാരങ്ങളിലല്ലാതെ ഏതെങ്കിലും ഒരവസ്ഥയിൽ, ജീവിതമില്ലാത്തൊരവസ്ഥ, സൃഷ്ടിയിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല, സൃഷ്ടിയില്ലാത്തൊരവസ്ഥ, സൃഷ്ടിയെ കിട്ടാവുന്ന രീതിയിലല്ല, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവസ്ഥയിൽ നമ്മൾ ആമർത്തനായിട്ടിരിക്കുന്നുണ്ട്. അവർക്ക് സാഹചര്യം ഉണ്ടാവുന്നു. രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേദാന്തികൾ സംസാരിക്കുമ്പോൾ സമയത്ത് വേദാന്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വ്യക്തിപരമായി ഈ ഒരു ആത്യന്തിക അവസ്ഥ എന്ന് പറയുന്ന ഒരു സംഭവം സൂചിപ്പിക്കുന്നത് മനോനിഗ്രഹം എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു സാധ്യതയാണ്. മനസ്സിന്റെ നാശം എന്നുള്ള ഒരു ഇതാണ്. അപ്പോ അതിൽ സൂചന എടുക്കുന്നത് നമ്മുടെ സുഷുപ്തിയിലാണെങ്കിൽ കൂടി ചില വേദാന്തികൾ, നിയോവേദാന്തികളൊക്കെ പറയുന്ന സുഷുപ്തിയിലാവുന്ന സമയത്ത് നിങ്ങളുടെ അനുഭവത്തിൽ ലോകമേ ഇല്ല, സൃഷ്ടിയില്ല. നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവത്തിൽ സൃഷ്ടിയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അനുഭവത്തിൽ ഇല്ലാത്തതുകൊണ്ട് സൃഷ്ടി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് പിന്നെ അവർ ചർച്ചയോ നടത്തുന്നില്ല. ഇതിനെക്കുറിച്ച് ചർച്ചയില്ല, നിങ്ങളുടെ അനുഭവത്തിൽ സൃഷ്ടിയില്ല എന്നുള്ളതാണ്. അപ്പോ എന്റെ ഇപ്പോഴുള്ള സംശയം പണ്ട് മുതലേ ഞാൻ അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള സാർ അത് ക്ലാരിറ്റി തന്നിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ ഒരു അംശം കിടപ്പുണ്ട്. അതായത് ലോജിക്കലായിട്ട് ഈ പറഞ്ഞതുപോലെ അതാണ് ഈ ക്വസ്റ്റനായിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ സൃഷ്ടിയില്ലാത്തതും, നമ്മളിപ്പം സൃഷ്ടിയിലോ എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് സൃഷ്ടിയില്ലാത്ത പ്രളയത്തിലോട്ട് പോകുന്നു. അപ്പം പ്രളയത്തിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ അനുഭവത്തിൽ സൃഷ്ടിയില്ലതാണ്. അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ അനുഭവത്തിൽ സൃഷ്ടിയില്ലാത്ത സാഹചര്യം അല്ലേ ശരിക്കും സൃഷ്ടിയില്ലായ്മ എന്ന് പറയുന്നത്? അല്ലാതെ സൃഷ്ടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല വ്യക്തിയുടെ അനുഭവത്തിൽ. നമ്മുടെ ഒരു തികഞ്ഞ ഭൗതികരെ പോലെയാണ് വേദാന്തികൾ സംസാരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിങ്ങൾ സൃഷ്ടിയില്ല, അതുകൊണ്ട് സൃഷ്ടിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണോ? വേദാന്തത്തിൽ അങ്ങനെ ഒരു സാഹചര്യം, നിങ്ങൾ സൃഷ്ടി അനുഭവിക്കാത്ത സമയത്ത് സൃഷ്ടിയില്ല എന്നത് മനസ്സിലാക്കിയാൽ രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് വിഷ്ണു പറഞ്ഞത് നിദ്രയിൽ സൃഷ്ടിരാഹിത്യം, സൃഷ്ടിയുടെ ഇല്ലായ്മ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിദ്രയുടെ അവസ്ഥ എന്ന് പറയുന്നത്, നിദ്രയിൽ നമ്മൾ ഒന്നും അറിയാതിരിക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ രാഹിത്യമാണ് എന്ന് നേരിട്ട് അനുഭവിക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നതാണ് ഒന്നാമത്തെ ഉത്തരം. അങ്ങനെ ഒരനുഭവം ഉണ്ടെങ്കിൽ പോലും വാസ്തവം അതല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ നിദ്ര എന്ന് പറയുന്ന അനുഭവം എവിടെ നിന്നുണ്ടാകുന്നു? ഞാൻ എന്നുള്ളത് കൊണ്ടല്ല, ശരീരമുള്ളതുകൊണ്ട്. ശരീരമുള്ളിടത്താണ് നിദ്ര ആവശ്യമുള്ളത്. ശരീരമുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ക്ഷീണം തീർക്കുന്നതിനാണ് ഈ നിദ്ര അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിദ്രയ്ക്ക് മറ്റു പല ധർമ്മങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ശരീരമില്ലാതാകുമ്പോൾ നിദ്രയില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ശരീരമില്ലാതാകുമ്പം നിദ്രയില്ലാത്തതാണ് ഏറ്റവും വലിയ നരകതുല്യമായിരിക്കുന്ന അവസ്ഥ എന്നും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പകൽ ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള അവസരമുണ്ടെങ്കിൽ ആ ചിന്തയൊക്കെ മടക്കിക്കൂട്ടി സുഖമായി കിടന്നുറങ്ങാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ സാധ്യത. നമുക്കത്
ഇല്ല, 2-3 ദിവസം തുടർച്ചയായി നമ്മൾ ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ ബോധമില്ലാത്ത സംസാരം നമ്മളിൽ നിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ശരിയാണല്ലോ. അപ്പോൾ അതുപോലെ ശരീരം വിടുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ളതാണ് നിദ്ര എന്നുള്ളത് കൊണ്ട് തന്നെ, ശരീരം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശരീരത്തിന് നിദ്ര ആവശ്യമുണ്ട്. അപ്പോൾ ആ നിദ്ര കൊണ്ട് ശരീരത്തിന് പരിപൂർണമായ വിശ്രമം, മനസ്സിനും ഇന്ദ്രിയങ്ങൾക്ക് പരിപൂർണമായ വിശ്രമം കൊടുക്കുന്നു. എന്നാൽ ഞാൻ അതിനകത്തിരുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാനുള്ളത് കൊണ്ടാണ് അത് അനുഭവിക്കുന്നതെന്ന് പറയാൻ ഒക്കില്ല. ശരീരം ഉള്ളതുകൊണ്ടാണ് അത് അനുഭവിക്കുന്നത്. ശരീരമില്ലെങ്കിൽ അതില്ല എന്ന് പറയുന്നതിന് കാര്യം, ശരീരമില്ലാത്ത അവസ്ഥകളിൽ ചിന്തയുടേതായ ലോകത്ത് മാത്രം ആണ് ഒരു മനസ്സ് വിരാജിക്കുന്നത്. അതായത് പൂർണ്ണമായും പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ. ഒരിക്കലും അത് പ്രസൻറ്റിൽ വിരാജിക്കുന്നതേ ഇല്ല. പഴയ കാര്യങ്ങളും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും മനസ്സിന് കാണാൻ സാധ്യത എപ്പോഴും ഉണ്ട്. നമ്മുടെ മനസ്സ് ശരീരത്തിലിരുന്നു കൊണ്ട് ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് വർത്തമാനകാലവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വീക്ഷിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി മനസ്സ് ഭാവിയിലേക്ക് പോകുന്നതും ശരീരത്തിന് മുമ്പുള്ള ഭൂതത്തിലേക്ക് പോകുന്നതും മനസ്സ് ചുരുക്കി വച്ചിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ മനസ്സിന് സാധ്യതയുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇതിൽ തന്നെ മുഴുകി നിൽക്കും. ശരീരമെന്ന് പറയുന്ന അവസ്ഥ പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ ഒരുവന് സാധിക്കില്ല. ശരീരം കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ ശരീരത്തിന് ജീർണത സംഭവിച്ച് ശരീരം വിട്ട് മനസ്സ് മാറേണ്ടി വരും. അപ്പോൾ ഉള്ള സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് അതിനകത്ത് നിൽക്കുന്നതിന് വേണ്ടി മനസ്സ് ചെയ്തിരിക്കുന്ന ഒരു ക്രമീകരണമാണ് ഭാവിയിലേക്ക് പോകാൻ സാധിക്കാതിരിക്കുക, നമ്മുടെ ജനനം മുതലുള്ള ഭൂതകാലമല്ലാതെ അതിന് പുറകിലോട്ടുള്ള കാര്യത്തിലേക്ക് പോകാൻ കൂട്ടാക്കാതിരിക്കുക. അങ്ങനെ രണ്ട് വശത്തും ഉള്ള അതിൻ്റെ യാത്രകളെ അടച്ചുകൊണ്ടാണ് മനസ്സ് ശരീരത്തിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. മനസ്സ് വളരെ പ്രശ്നമാണെന്നൊക്കെ എല്ലാവരും സംസാരിക്കുമ്പോൾ ആലോചിച്ചുകൊണ്ട്, മനസ്സ് നമ്മുടെ ശരീരത്തിനകത്ത് വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് നിലനിൽക്കുന്നത്. എന്നാൽ ശരീരം വിട്ട് കഴിയുമ്പം നേരെ തിരിച്ചാകുന്നു. അതിന് വർത്തമാനകാലമെന്ന് പറയുന്നതൊന്നുമില്ല. മറിച്ചത് ഭൂതകാലവും ഭാവി കാലവുമായിട്ടുള്ള മൊത്തത്തിലുള്ള ചിന്തകളിൽ മുഴുകി നിൽക്കുന്നു. ശരീരം ഇരിക്കുമ്പോൾ ചെയ്യുന്ന തെറ്റെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർത്തമാനകാലത്തിൽ മുഴുകുന്നതിന് പകരം നമ്മൾ ചിന്ത ഉപയോഗിച്ചുകൊണ്ട് ഭാവിയിലേക്കും ഭൂതത്തിലേക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതാണ്. അപ്പോൾ ഈ പറയുന്ന വ്യായാമത്തിന് ഒരു വിശ്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നിദ്ര ഉണ്ടായിട്ടുള്ളത്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്വപ്നം കാണുന്ന ശരീരം ഈ നിദ്രയിലുള്ള ശരീരം ഇല്ലാതാകുന്നുണ്ടോ? ഇല്ല. നിദ്രയിലുള്ള ശരീരം ഇല്ലാതാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ശരീരം ഇല്ലാതാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ജഗത്തിനെ തള്ളിപ്പറയാൻ പറ്റുന്നുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ശരീരം നിലനിൽക്കുന്നു എന്നുള്ളത് സൃഷ്ടിയുടെ സാന്നിധ്യമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ശരിയാണല്ലോ. അതായത് നിദ്രയുടെ അവസ്ഥയിൽ ശരീരത്തിനകത്തിരുന്നു കൊണ്ട് ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ സ്വീകരണങ്ങളും, എല്ലാ സിഗ്നലുകളുടെ സ്വീകരണങ്ങളും ഇന്ദ്രിയങ്ങളും അവയുടെ പ്രോസസ്സിങ് മനസ്സും നിർത്തിവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ജഗത്തിനെ അറിയുന്നില്ല, അല്ലെങ്കിൽ സൃഷ്ടിയെ അറിയുന്നില്ല. ഞാൻ ആ സൃഷ്ടി എന്നുള്ള വാക്കിനെ ജഗത്തെന്ന് വിളിക്കട്ടെ, അതാണ് എനിക്ക് കുറച്ചുകൂടെ സൗകര്യം. ജഗത്തിനെ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതൊരു അനുഭൂതിയിൽ കൂടെ കടന്നു പോകുന്നു. അതൊരു ശൂന്യാനുഭൂതിയുടെ അനുഭൂതിയാണ് എന്നാണ് അവർ പറയുന്നു, വേദാന്തികൾ പറയുന്നു എന്നാണ്
വിഷ്ണു ഇപ്പോൾ പറയുന്നത്. ഞാനങ്ങനെ കേട്ടിട്ടില്ല. എന്തായാലും ആ ശരീരമാകട്ടെ മരണപ്പെടുന്നില്ല, അത് വീണ്ടും തുടരുന്നു. താൽക്കാലികമായൊരു അനുഭവം മാത്രമാണ് ഈ പറയുന്ന അനുഭൂതി. അതിന് അധികം ആയുസില്ല. ഉടനെ അത് കഴിഞ്ഞ് ഉണരുന്നതോടുകൂടി അത് തീരുന്നു. താൽക്കാലികമായ അനുഭൂതികൾക്ക് എതിരെയാണല്ലോ വേദാന്ത ചിന്ത മുഴുവനും. വിഷയസുഖങ്ങളിലൊക്കെ താൽക്കാലികമായ നൈമിഷികമായ സുഖങ്ങളുണ്ടെന്നുള്ളതാണ് പരാതി. അപ്പം അതുപോലെ തന്നെ താൽക്കാലികമായൊരു അനുഭവമാണ് നിദ്രയിൽ കിട്ടുന്നതെങ്കിൽ അതാണ് പരമമായിരിക്കുന്ന ആനന്ദം എന്ന് പറയാനും ഒക്കില്ല. അതും കൂടെ ഒരു വാദമാണ്, ഒരു വാദം മാത്രമാണ്, ഒരു മറുവാദം മാത്രമാണ്. പിന്നെ അതിനകത്ത് പറയാവുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജാഗ്രത് എന്ന് പറയുന്നത് ഒരു മഹാസ്വപ്നമാണെന്ന് കരുതപ്പെടുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? നമ്മൾ സിനിമാ തിയേറ്ററിൽ, ഞാൻ എപ്പോഴും ഈ കഴിഞ്ഞ സീരീസായിട്ട് ഉപയോഗിച്ച് വരുന്നൊരു ഉപമയായതുകൊണ്ട് ഞാനിത് വീണ്ടും ഉപയോഗിച്ച് പോവുകയാണ്, നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാകുന്നുള്ളതുകൊണ്ട്. സിനിമാ തിയേറ്ററിൽ ഒരു തിരശ്ശീലയിൽ സിനിമ കാണുന്നു. തിരശ്ശീലയാണ് സത്യം, സിനിമ ഒരു സ്വപ്നം മാത്രമാണ്, താൽക്കാലികമായിരിക്കുന്നൊരു പ്രതിഭാസം മാത്രമാണ് എന്നറിഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ആ സിനിമയിലുണ്ടാകുന്ന ഭീകരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾക്കോ താൽക്കാലികമായിട്ട് ആ സിനിമയിൽ നിന്ന് മാറുമ്പോൾ വിരാമം തോന്നുന്നുണ്ടെങ്കിൽ അതൊരാശ്വാസമാണ് എന്ന് തോന്നുകയാണ് എന്ന് ഉദ്ദേശിക്കുക. അതുപോലെ ജീവിതമാകുന്ന തിരശ്ശീലയിൽ, സത്യത്തിൻ്റേതായ തിരശ്ശീലയിൽ മായികമായിട്ട് അനുഭവങ്ങളും വിഷയങ്ങളുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിനെ ഒരു മഹാസ്വപ്നമെന്ന് വിളിക്കേണ്ടി വരും. അതാണ് ജാഗ്രത ഒരു മഹാസ്വപ്നമാണ് എന്ന് പറയുന്നതിന് കാരണം. ഈ ജാഗ്രത ഒരു മഹാസ്വപ്നമാണെന്ന് പറയുകയാണെങ്കിൽ ആ മഹാസ്വപ്നത്തിലെ ആശകളും ആശാഭംഗങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും ദുഃഖങ്ങളും ഭീഷണികളും പരാജയങ്ങളും പരാജയഭീതികളും ഒക്കെ തന്നെ ഒടുങ്ങുന്നത് നിദ്രയിലാണ്. അങ്ങനെ വരുമ്പോൾ ആ നിദ്ര മഹാസ്വപ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നത് എന്ന അർത്ഥത്തിലെടുക്കേണ്ടി വരും. മഹാസ്വപ്നത്തിൻ്റെ അർത്ഥവിരാമം ആയിട്ട് ഈ നിദ്രയെ കാണേണ്ടി വരും. അതിനു മുമ്പുള്ള സ്വപ്നാവസ്ഥ ഒക്കെ കണക്കൂട്ടിയിട്ടാണ് പറയുന്നത്. ജാഗ്രത എന്ന് പറയുന്ന സ്വപ്നാവസ്ഥ, അതിൽ നിന്ന് സുഷുപ്തി. ആ സുഷുപ്തിയിലേക്ക് വരുമ്പോൾ സ്വപ്നാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് നമുക്ക് ധരിക്കേണ്ടി വരും. അപ്പോൾ സുഷുപ്തിയിൽ പ്രത്യേകിച്ച് അനുഭവം ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് പ്രപഞ്ചരാഹിത്യം അല്ലെങ്കിൽ ജഗത്തിൻ്റെ രാഹിത്യം, നിങ്ങളിപ്പം വിഷ്ണു ഉദ്ദേശിച്ച സൃഷ്ടിയുടെ രാഹിത്യവും അനുഭവിക്കുന്നില്ല. അനുഭവങ്ങളൊന്നും തന്നെയില്ല. അനുഭവങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് ആ സുഷുപ്തി അവസ്ഥ. നന്നായിട്ട് ഉറങ്ങിയെന്ന് ആ സമയത്ത് അറിയുന്നില്ല, അതിനെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ എന്നാണല്ലോ വേദാന്തികൾ പറയാറ്. എന്തുകൊണ്ടാണ് നമുക്ക് ജാഗ്രത അവസ്ഥയിലും ഇതിൻ്റെ അനുഭവിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അതൊരു മഹാസ്വപ്നാവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇപ്പം നമുക്ക് പിടികിട്ടും, ജാഗ്രത അവസ്ഥ ഒരു മഹാസ്വപ്നാവസ്ഥയാണ്. ഇനി സ്വപ്നരഹിതമായിരിക്കുന്നൊരു ജാഗ്രത അവസ്ഥയിൽ മാത്രമാണ് സുഖം അനുഭവിക്കുന്നത്. എന്തതിൻ്റെ സുഖം അനുഭവിക്കുന്നത്? നിലനിൽപ്പിൻ്റെ, അസ്തിത്വത്തിൻ്റെ സുഖം, എക്സിസ്റ്റൻസിൻ്റെ ആനന്ദം. സുഖമെന്ന് മാത്രം എന്നെ വിളിക്കാൻ പാടില്ല, അനുഭവം എന്ന് വിളിച്ച് തിരുത്തുന്നു ഞാൻ, ക്ഷമിക്കണം, അനുഭവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജാഗ്രത അവസ്ഥ സ്വപ്നരഹിതമായി തീരുന്ന സമയത്ത് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥയിലുള്ള അനുഭവം ഉണ്ടാകുന്നുള്ളൂ. അതായത് സിനിമ ഇല്ലാതാകുന്നു.
ഇല്ലാതാകുമ്പോഴാണ് ആ സ്ക്രീൻ ബോധ്യപ്പെടുന്നത്. സ്ക്രീനും വേണം സിനിമയും വേണം എന്നറിയുന്നത് ഒരു ബോധവാനാണ്. ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു സിനിമ കാണുമ്പോൾ അദ്ദേഹം പലപ്പോഴും സിനിമയുടെ കഥാതന്തുവിൽ കൂടെ സഞ്ചരിക്കണമെന്നില്ല. അദ്ദേഹം ആ സ്ക്രീനും ആ ഷോട്ടിന് പുറകെയുള്ള ക്യാമറയുടെ ആംഗിള്, അതിൻ്റെ മൂവ്മെൻറ്റ്, ലൈറ്റപ്പ്, ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കും. എൻ്റെ അനുഭവം അതാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ പറയാം. കഥാതന്തുവിന് ഒരു തടസ്സവും ഉണ്ടാകുന്നുമില്ല, അതിനകത്ത് അനുഭവിക്കുകയും ചെയ്യാം. അല്ലാതെ ഒരു പ്രാവശ്യം കഥാതന്തുവിൽ കൂടി പോകാൻ വേണ്ടി, ഇമോഷണലായിട്ട് കാണാൻ വേണ്ടി, ഒരു തന്തുവിൽ ബൗദ്ധികമായിട്ട് സിനിമയെ വിലയിരുത്താൻ വേണ്ടി അങ്ങനെ 2-3 കാഴ്ചയുടെ ഒന്നും ആവശ്യമില്ല. സമഗ്രമായിട്ട് കാണാൻ സാധിക്കും. സിനിമയുടെ വിലയിരുത്തൽ, അതിലുള്ള ഇമോഷണൽ സീനുകൾ, അതിനുള്ള ഇമോഷണൽ ബിൽഡപ്പുകൾ, ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആസ്വദിച്ച് അതിനെ വിലയിരുത്താൻ ഒരു സംവിധായകനും ഒരു പരിധിവരെ ക്രിട്ടിക്കിനും സാധിക്കും. ക്രിട്ടിക്കിന് ഈ ആംഗിളുകളെക്കുറിച്ച് വലിയ പിടിയില്ലെങ്കിലും വായിച്ചുള്ള അറിവേ കാണുള്ളൂ. അപ്പോൾ ഈ ബോധത്തിലെത്തുന്ന അവസ്ഥയിലാണ് ഇത് രണ്ടും കാര്യങ്ങളും, സത്യവും ഈ മിഥ്യയും, തിരശീല എന്ന വെള്ളിത്തിര, തിരശീല എന്ന് പറയുന്നത് തെറ്റിപ്പോയി, വെള്ളിത്തിര എന്ന് പറയുന്ന സത്യവും അതിൻ്റെ മുകളിൽ സിനിമ എന്ന മിഥ്യയും ഒരേ തരത്തിൽ, ഒരേ സമയത്ത്, ഒരേ കാലത്ത് അനുഭവിക്കാൻ സാധ്യമാകുന്നുണ്ട്. ഇതുപോലെ സ്വപ്നരഹിതമായിരിക്കുന്ന മഹാജാഗ്രത അവസ്ഥയിലാണ് ഇപ്പോൾ വിഷ്ണു പറഞ്ഞു കേട്ടതുപോലുള്ള അനുഭവം ഉണ്ടാകുന്നു. സൂക്ഷ്മമായിരിക്കുന്നതായിട്ടാണെങ്കിൽ പോലും ശൂന്യതയുടെ അനുഭവം, പ്രപഞ്ചരാഹിത്യത്തിൻ്റെ അനുഭവവും പ്രപഞ്ചത്തിൻ്റെ അനുഭവവും മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതിനെ വേദാന്തികൾ ഗ്രന്ഥങ്ങളുമൊക്കെ തുരീയാവസ്ഥ എന്ന് പറയും. ജാഗ്രത്തിൽ സുഷുപ്തിയുടെ സുഖം അനുഭവിക്കുന്നു. സുഷുപ്തിയിൽ ഒന്നുമില്ല എന്നുള്ള ആ സുഖം അനുഭവിച്ചുകൊണ്ട് ജാഗ്രതയിൽ കഴിഞ്ഞുകൂടുന്നു എന്നാണ് അതിനെ പറയാറ്. അപ്പോൾ തുരീയാവസ്ഥ എന്ന് പറയുന്നതിനെ മഹാജാഗ്രത അവസ്ഥ എന്ന് നമുക്ക് വിളിക്കാം. ജാഗ്രത അവസ്ഥയെ മഹാസ്വപ്നം എന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ തുരീയാവസ്ഥയെ നമുക്ക് ജാഗ്രത അവസ്ഥ എന്നും വിളിക്കാൻ പറ്റും. ഈ ജാഗ്രത അവസ്ഥയിലാണ് താങ്കൾ പരാമർശിച്ചിരിക്കുന്ന ശൂന്യാവസ്ഥയുടെ എത്തിനോട്ടം പോലും സാധ്യമാകുന്നത്. അതായത് സുഷുപ്തിയിലെ അനുഭവങ്ങൾ ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ, അനുഭവമുണ്ട്, ഇപ്പോൾ അവർ പറയുന്ന പോലെ അനുഭവമുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ സാധനമൊന്നും ആവശ്യമില്ല, സത്യാന്വേഷണം ആവശ്യമില്ല, ഒന്നും വേണ്ട. ആരം കഴിക്കാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കൂട്ടമായി എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് കൂടി അങ്ങ് പകൽ മുഴുവൻ ഇഷ്ടംപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് രാത്രി കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ ആ പകൽ തന്നെ കിടന്ന് ഉറങ്ങുമ്പോൾ സുഖം അനുഭവിക്കുന്നു, വീണ്ടും ജോലി ചെയ്യുക, മതി. എന്തുകൊണ്ടാണ് മനുഷ്യൻ അതൊന്നും പോരാഞ്ഞിട്ട് അന്വേഷണത്തിനൊക്കെ ഇറങ്ങുന്നത്? അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ്. അവർ അവകാശപ്പെടുന്ന ഒരു അനുഭവം അവിടെ ലഭിക്കുന്നില്ല. ഉണ്ടെന്ന് തെളിയുന്ന ആരെങ്കിലും പറയുമ്പോഴാണ്. സുഖമായി ഉറങ്ങി എന്ന് പറയാമെന്നല്ലാതെ കവിഞ്ഞ് വേറൊന്നും പറയാനൊക്കില്ല. കാരണം വേറൊരു കാര്യം അറിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അനുഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ജാഗ്രത അവസ്ഥയിലേക്ക്, അതായത് സ്വപ്നരഹിതമായ ജാഗ്രത അവസ്ഥയിലേക്ക് പോകണം എന്ന് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത്, ഉറക്കമെന്ന് പറയുന്നത്, ജാഗ്രത അവസ്ഥയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭയാനകമായിരിക്കുന്ന സ്വപ്നതുല്യമായ ജീവിതത്തെ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്നൊരു വിരാമം. അതുകൊണ്ടാണല്ലോ കടുത്ത മാനസിക ദുഃഖങ്ങളുള്ള സമയത്ത് മാനസികമായിട്ട് അപഭ്രംശം സംഭവിക്കുമെന്ന് ഭയക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാർ അവരെ അങ്ങ് ഉറക്കിക്കളയുകയെന്ന് പറയും. ഉറക്കിക്കളയുക. കഠിനമായ ദുഃഖം സഹിക്കാൻ വയ്യാത്ത സമയത്ത് ഉറങ്ങിക്കഴിക്കുമ്പോൾ ദുഃഖത്തിനൊരു കുറവ് വരും. എന്ത് ദുഃഖമായിരുന്നാലും ശരി.
ദുഃഖത്തിൻ്റെ സ്വഭാവം എന്താണ്? ഉറങ്ങാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ദുഃഖം നമ്മളെ ശക്തമായി നമ്മുടെ മനസ്സിനെ ഗ്രസിച്ചിരിക്കുകയാണെങ്കിൽ ഉറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ കൃത്രിമമായിട്ട് ഉറക്കം ഉണ്ടാക്കി കഴിയുകയാണെങ്കിൽ ദുഃഖത്തിന് പോകേണ്ടിയും വരും. മനസ്സ് പൂർവാധികം ശക്തിയായിട്ട് അതിൻ്റെ ഊർജ്ജസ്വലതയിൽ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ആ ഉറക്കം കൊണ്ട്. അതിനുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഇതാണ് അവിടെ ഉണ്ടാകുന്ന സാധ്യത. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ പറ്റില്ല. ഉറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ പകലുള്ള വേദാന്തികൾ പറയുന്ന ആ മഹാസ്വപ്നത്തിൻ്റെ ധാരാളിത്തത്തിൽ നിന്ന്. ധാരാളിത്തം എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഭീഷണികളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിട്ട് ആ സ്വപ്നം എന്ന ജാഗ്രത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്തു നിന്ന് ഒരു വിരാമം ആവശ്യമാണ് തലച്ചോറിന്. അതുകൊണ്ടാണ് നിദ്ര ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ ഇവർ പറയുന്ന താങ്കൾ ഉദ്ദേശിക്കുന്ന വേദാന്തികൾ, എല്ലാ വേദാന്തികളും എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, താങ്കൾ ഉദ്ദേശിക്കുന്ന വേദാന്തികൾ പറയുന്ന സുഖാനുഭവം അനുഭവിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാജാഗ്രത അവസ്ഥ കൈക്കൊള്ളാൻ അറിയാവുന്നവർ. അതായത് സുഷുപ്തിയുടെ സുഖം ജാഗ്രത അവസ്ഥയിൽ, മഹാജാഗ്രത അവസ്ഥയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധന്മാർക്കാണ് അത് സാധ്യമാകുന്നത്. ബോധപ്രാപ്തന്മാർക്കാണ് അത് സാധ്യമാകുന്നത്. തുരീയാതീതന്മാർക്കാണ് അത് സാധ്യമാകുന്നത്. അവർക്ക് മാത്രമേ അത് സാധ്യമായിട്ടുള്ളൂ. അല്ലാതെ നിദ്ര കൊണ്ട് മാത്രം അത് ഉണ്ടാകുന്നില്ല. നിദ്ര അത്യാവശ്യമാണ്. നിദ്ര ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്, സംശയമില്ല. നിദ്രയ്ക്കുള്ള പ്രാധാന്യം നമുക്ക് പ്രത്യേകം സംസാരിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിദ്ര ഒരു അൺകോൺഷ്യസ് സമാധിയാണ്. നിത്യവും നമ്മൾ ആ നിദ്രയിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ അടുത്ത ദിവസം വീണ്ടും ഊർജ്ജസ്വലമായി നിൽക്കുന്നത്. നമ്മളറിയാതെ പണ്ഡിതനും പാമരനും യോഗിക്കും ഭോഗിക്കും എല്ലാവർക്കും നിദ്ര അനുവദിക്കപ്പെട്ട് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ നിദ്രയിൽ കൂടി നമ്മൾ ഊർജാഭാവം ചെയ്തുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും ഊർജ്ജസ്വലമായിട്ട് നമ്മൾ പ്രവർത്തനനിരതമായിക്കൊണ്ടിരിക്കുകയാണ്. നിദ്ര അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ബോധപ്രാപ്തിയുടെ ലക്ഷണമെന്ന് പറയുന്നത് നിദ്ര കുറഞ്ഞു പോകുന്നതുമാണ്. സ്വാഭാവികമായിട്ട് നിദ്ര കുറഞ്ഞു തുടങ്ങുന്നു. കാരണം ജാഗ്രത അവസ്ഥയിൽ നിദ്രയുടെ സുഖം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന് മനസ്സിനും വിശ്രമത്തിൻ്റെ ആവശ്യം കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് നിദ്ര കുറയും. നിദ്ര കുറയുക എന്നുള്ള ലക്ഷണമാണ്. നിദ്ര കുറയുന്നത് ബോധപ്രാപ്തിയുടെ ലക്ഷണമാണ് എന്ന് തിരിച്ചെടുക്കരുത്. അങ്ങനെ വിചാരിച്ച് കളയരുത്. ആകുലതകളുണ്ടെങ്കിലും നിദ്ര കുറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുഃഖമുണ്ടെങ്കിലും നിദ്ര കുറയും. അപ്പോൾ അങ്ങനെയൊക്കെ നിദ്ര കുറയും. അപ്പോൾ എന്തായാലും ഒരു കാര്യം ക്ലിയറാകുന്നു. താങ്കൾ പരാമർശിച്ചതുപോലുള്ള ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു അനുഭവം, അതായത് ശൂന്യമായിരിക്കുന്ന സൃഷ്ടിരാഹിത്യത്തിൻ്റേതായ അനുഭവം നിദ്രയിലുണ്ട് എന്ന വാദം തെറ്റാണ്. അത് നിദ്രയിലുണ്ടെങ്കിൽ അത് മഹാജാഗ്രത അവസ്ഥയായിരിക്കുന്ന തുരീയത്തിലാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിദ്രയിലല്ല. നിദ്രയിൽ അനുഭവിക്കുന്നില്ല. നിദ്രയിൽ അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ ആ അനുഭവം മാത്രം മതിയായിരുന്നു. നമുക്ക് വേറെ ഒരു അന്വേഷണത്തിനും നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ അവിടെ അങ്ങ് നിന്നേനെ. എനിക്ക് ഇനി ചോദിക്കാനുള്ളത് ഈ രണ്ടാമത്തെ ചോദ്യം ഇത്രയും കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടെ റീഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് ഒരു സംശയമുള്ളത്. ഒന്ന് ചോദിച്ചു. സൃഷ്ടിരഹിതമായിട്ടുള്ള ഒരു താൽക്കാലിക അവസ്ഥയാണെങ്കിൽ കൂടി രണ്ടിനെയും ഇത് ചെയ്യുന്ന സമയത്ത് വ്യക്തിപരമായ നമ്മളിപ്പോഴും മറ്റ് ജീവനങ്ങളോട് ചേർന്ന ഒരു ലോകം എന്ന തരത്തിൽ മാത്രമേ നമുക്ക് ഇപ്പം ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. ഒരവസ്ഥയായിട്ട് മാത്രമേ ലോകത്തെ നമുക്ക് വീക്ഷിക്കാൻ പറ്റുള്ളൂ. അവസ്ഥയാണ് നമ്മുടെ ലോകം. അപ്പോ നമ്മളിൽ ലോകമില്ലെങ്കിൽ, നമ്മളിൽ സൃഷ്ടിയില്ലെങ്കിൽ, നമ്മളിൽ തന്നെ സുഷുപ്തിയായിരിക്കുന്ന സമയത്ത് നമുക്ക് സൃഷ്ടിയില്ല. അപ്പോ വ്യക്തിപരമായി
സുഷുപ്തിയിലും ഉണ്ടാവുന്നുണ്ട്, ഒപ്പം തന്നെ ബോധപ്രാപ്തിയിലും സൃഷ്ടി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ടോ? രണ്ടും സംഭവിക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സുഷുപ്തിയിൽ സൃഷ്ടിയുടെ അഭാവം ഉണ്ടാവുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരമുണ്ട്, സുഷുപ്തി അനുഭവിക്കുന്നതിന് ശരീരമുണ്ട്. ശരീരം ഉള്ളതുകൊണ്ടാണ് സുഷുപ്തി ഉണ്ടാകുന്നത്. സുഷുപ്തി ഇല്ലാത്ത ജാഗ്രത അവസ്ഥയിലും ജഗത്ത് തുടരുന്നുണ്ട്. ആരാണ് സത്യമായിട്ട് ഈ ജഗത്തിനെ അനുഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും മഹാജാഗ്രത അവസ്ഥയിൽ സ്വപ്നമില്ലാതെ മഹാജാഗ്രത അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ജീവിതത്തെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധന്, ആ തുര്യാവസ്ഥ കഴിഞ്ഞിരിക്കുന്ന ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തുര്യാതീതമായിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ജാഗ്രത പോലെ തന്നെ ഈ ജഗത്തിനെയും സുഷുപ്തി പോലെ തന്നെ ജഗത്തിൻ്റെ ഇല്ലായ്മയെ അനുഭവിക്കുന്നു എന്ന് പറയണം. രാമകൃഷ്ണദേവൻ നരേന്ദ്രനെ തൊടുമ്പോൾ ക്ഷമിക്കണം, നരേന്ദ്രൻ ചെന്ന് ശ്രീരാമകൃഷ്ണദേവനോട് ചോദിക്കുന്നില്ലേ, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കണ്ടിട്ടുണ്ട്, നീ എന്നെ കാണുന്നതിനേക്കാളും വ്യക്തമായി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അദ്ദേഹം ദേവതാ സ്വരൂപങ്ങളെ കാണുന്നു എന്ന് ഭക്തന്മാർക്ക് തെറ്റിദ്ധരിക്കാം. അല്ല, തെറ്റിദ്ധരിക്കുന്നു എന്ന് പറയണ്ട, ഭക്തന്മാർക്ക് ധരിക്കാം. ഒരു വേദാന്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഹാജാഗ്രത അവസ്ഥയിലായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സത്യദർശനം ഉണ്ടായിരിക്കുന്നു. എല്ലാ സത്യങ്ങളെയും കാണാൻ സാധിക്കുന്നു. വ്യാവഹാരികവും പാരമാർത്ഥികവുമായിരിക്കുന്ന എല്ലാ സത്യങ്ങളെയും കാണാൻ സാധിക്കുന്നു. പ്രാതിഭാസികമായവയും കാണാൻ സാധിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടി വരും. അതുകൊണ്ടാണ് നീ എന്നെ കാണുന്നതിനേക്കാളും വ്യക്തമായി ഞാൻ നിന്നെ കാണുന്നു എന്ന് പറയുന്നത്. നീ എന്നെ കാണുന്നത് എന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും, അതൊരു മെഷറബിളാണ്. എങ്ങനെയാണ് നീ എന്നെ കാണുന്നത്? അതിനേക്കാളും വ്യക്തമായി ഞാൻ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കാണുന്നത് ജാഗ്രത അവസ്ഥയിലാണെന്ന് നീ ധരിക്കുന്ന മഹാസ്വപ്നാവസ്ഥയിലാണ്. അതാണ് രാമകൃഷ്ണദേവൻ വേദസ്വാമികളായിരിക്കുന്ന ആയിത്തീർന്ന നരേന്ദ്രനോട് പറയുന്നത്. അപ്പോൾ അവിടെ നരേന്ദ്രനേ ഉള്ളൂ. അപ്പോൾ നരേന്ദ്രനോട് പറയുന്നത് എന്താണ്? നീ ജാഗ്രത അവസ്ഥയിലാണെന്ന് തെറ്റി പറയുന്നതല്ല, സൂചിപ്പിക്കുന്നതിൻ്റെ അർത്ഥം, ആശയമായിരിക്കുന്ന അർത്ഥമാണ് ഞാൻ പറയുന്നത്. ഈ നീ ജാഗ്രതയിൽ അവസ്ഥയിലാണെങ്കിലും നീ മഹാസ്വപ്നാവസ്ഥയിലായിരിക്കുന്നതുകൊണ്ട് നീ നേരെ കാണുന്നില്ല. എന്നാൽ നീ എന്നെ കാണുന്നതിനേക്കാളും വ്യക്തമായി നിന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ മഹാജാഗ്രത അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നതെന്നും മഹാസ്വപ്നാവസ്ഥയായിരിക്കുന്ന ജാഗ്രത അവസ്ഥയിലല്ല ഞാനെന്നും അതുകൊണ്ട് നിന്നേക്കാൾ വ്യക്തമായി ഞാൻ കാണുന്നുവെന്നും അവിടെ സൂചിതമാകും. ഇതാണ് ആ വ്യത്യാസം. അപ്പോൾ അത്തരത്തിൽ ഈ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായി അനുഭവിക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ ബോധപ്രാപ്തനായിരിക്കുന്ന വ്യക്തി തന്നെയാണ്, തിരിച്ചറിഞ്ഞവൻ തന്നെയാണ്. സുഷുപ്തി അവസ്ഥയിലിരിക്കുന്നവൻ അത് സംഭവിക്കുന്നില്ല. ഇത് രണ്ടാവസ്ഥകളും രണ്ട് സമയത്തും സൃഷ്ടിയുടെ രാഹിത്യം ഉണ്ടാകുന്നില്ലെങ്കിലും അതിൻ്റെ യഥാതഥമായിരിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിയിലിരിക്കുന്ന ജാഗ്രത അവസ്ഥയിലിരിക്കുമ്പോൾ സ്വപ്നം പോലുള്ള ഈ ജഗത്തിനെ അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നു, വളരെ വ്യക്തമായി അനുഭവിക്കാൻ സാധിക്കുന്നു. സിനിമയായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നു, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പോൾ ഈ മഹാജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് അനുഭവിക്കുന്നത് ഒരു ബോധപ്രാപ്തനായ വ്യക്തിയാണ്, ബുദ്ധനാണ്, തുരീയാതീതനാണ്. അവധൂതൻ എന്ന് പോലും അതിനെ വിളിക്കാൻ വയ്യ. സന്യാസോപനിഷത്ത് അവധൂതനും മുകളിലായി തുരീയാതീതനെ സ്ഥാപിക്കുന്നുണ്ട്.
അതുകൊണ്ട് തുര്യാതീതൻ എന്നിവിടെ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ, ഒരു അക്കാഡമിക് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ആ അവസ്ഥയിലാണ് പൂർണ്ണമായും അവരിപ്പോൾ പറഞ്ഞു എന്ന് വിഷ്ണു പറഞ്ഞത്, അവർ പറഞ്ഞു എന്ന് എനിക്കിപ്പോഴും തെളിവില്ല. അനുഭവം, സൃഷ്ടി രാഹിത്യത്തിൻ്റെ അനുഭവം എന്നവർ വിളിക്കുന്നത്, ജഗത്തിൻ്റെ ഇല്ലായ്മയുടെ അനുഭവം അനുഭവിക്കുന്നത്. ഇനി ഞാനിതിനെ ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി 2-3 ഖണ്ഡനങ്ങളും കൂടെ മുമ്പോട്ട് കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒന്ന്, അനുഭവിക്കുന്നു എന്നവർ പറയുന്നു. അനുഭവിക്കുന്നു, ഇല്ലായ്മ അനുഭവിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അനുഭവിക്കുന്ന ആളുണ്ട്, അനുഭവിക്കപ്പെടുന്ന വസ്തു അല്ലെങ്കിൽ അവസ്ഥ, വിഷയം എന്താണെന്ന് വെച്ചാൽ അത് അനുഭവിക്കപ്പെടുന്നു. അനുഭവം എന്ന പ്രോസസ്സുണ്ട്, പ്രക്രിയയുണ്ട്. ഇത് മൂന്നുമുണ്ട്. ഈ മൂന്നും ജഗത്തിൻ്റെ ലക്ഷണമാണ്. ഇതില്ലാതാവുമ്പോഴാണ് ജഗത്തിൻ്റെ ഇല്ലായ്മ അനുഭവിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ജഗത്തിൻ്റെ ഇല്ലായ്മ ഉണ്ടാകുന്നത് എന്ന് വേദാന്തികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ആ അനുഭവം ഇല്ലായ്മ എന്നതിലേക്ക് പോകുന്നില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ബുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ മഹാജാഗ്രത അവസ്ഥയിൽ, തുര്യാതീത അവസ്ഥയിൽ അവരാ സമഷ്ടിയായിരിക്കുന്ന മനസ്സിൽ നിന്ന് വ്യഷ്ടിയായിരിക്കുന്ന മനസ്സിലേക്ക് ദോലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചമാകുന്ന സൃഷ്ടിയിലേക്ക് ദോലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് ദോലനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഈ ദോലന പ്രക്രിയ എന്ന് പറയുന്നത് വേദാന്തികൾക്ക് പഥ്യമായതല്ല. ഒരുപക്ഷെ അവർ കേട്ടിട്ടുമില്ല, എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ കാണാം. തീർച്ചയായിട്ടും ആർക്കും പുതുതായിട്ടൊരു സത്യവും പറയാനൊക്കില്ല. ചില സത്യങ്ങൾ ചിലരിൽ കൂടെ ആയിരിക്കും പ്രപഞ്ചത്തിലേക്ക് വരുന്നത് എന്നൊരു സത്യം നിലനിൽക്കെ തന്നെ അതൊരു പുതിയ സത്യമല്ല. സത്യം പതുക്കെയായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് റിസീവ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുമ്പോൾ, സമയമാകുമ്പോൾ, അതിൻ്റെ മെച്യൂരിറ്റിയിലെത്തുമ്പോൾ അത് ആരിൽ കൂടെയെങ്കിലും നമ്മളിൽ എത്തുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അതുകൊണ്ടൊരു പുതിയതായിട്ട് ആർക്കും ഒന്നും പറയാനില്ല. അതുകൊണ്ട് നിൽക്കട്ടെ. അപ്പോൾ ഈ ദോലന പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ സ്മാൾ ഐന്ന് ബിഗ് ഐയിലേക്കുള്ള പെൻഡുലേഷൻ, നമ്മൾ വ്യാവഹാരികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്മോൾ ഐയും അല്ലാത്ത സമയത്ത് ആ ബിഗ് ഐയിലേക്കും നൈമിഷികമായിട്ട് ദോലനം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതേക്കുറിച്ച് രേഖപ്പെടുത്തലുകളില്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ എന്തായിരിക്കും കാരണം എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രപഞ്ചത്തെ സംസാരത്തെ ഭയക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേദാന്തിയുടെ ലക്ഷണം. സംസാരത്തെ തള്ളിപ്പറയുക, സംസാരത്തെ അധിക്ഷേപിക്കുക, സംസാരത്തെ ചവിട്ടി തള്ളുക. ആഹാരവും എല്ലാം കഴിക്കും, നിദ്രയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കണം, സഞ്ചരിക്കാനുള്ള വണ്ടിയും ഇതൊക്കെ വേണം. എല്ലാം ആണെങ്കിൽ പോലും സംസാരത്തെ തള്ളിക്കൊണ്ടിരിക്കും, ഭാവസംസാരം. അപ്പോൾ ഈ സംസാരത്തെ തള്ളിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ദോലന പ്രക്രിയ, ജ്ഞാനാവസ്ഥയുടെ തുടക്കത്തിൽ ദോലന പ്രക്രിയയിലേക്ക് വരുമ്പോൾ, അതായത് അനുനിമിഷം ഈ ജാഗ്രതയിലേക്ക് ഈ ജഗത്തിൻ്റെ ഭാവത്തിലേക്ക് വരികയും തിരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതൊരു താൽക്കാലിക അവസ്ഥയാണെന്നും ഇതിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടതാണെന്നും ഇതിനെ ശ്രദ്ധിക്കാതിരിക്കണമെന്നും ഒക്കെയുള്ള ഒരു വ്യഗ്രത ഒരു സത്യാന്വേഷിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന വിസിറ്റേഷനായിട്ടാണ് അദ്ദേഹം കാണുന്നത്. കാരണം അദ്ദേഹം കാണുന്നത് സംസാരത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം കാണുന്നത് ആ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി നോക്കുന്നു, തിരിച്ച് വീണ്ടും ഞാനിതായി പഴയ ഞാനിലേക്ക് വീഴുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പഴയ ഞാനിലേക്ക് വീഴാതിരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ബോധാവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്? ആ പുതിയ ഞാനിൽ, യഥാർത്ഥ ഞാനിൽ നിന്ന് പഴയ ഞാനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് താഴോട്ട് വന്നിട്ട് പോകുന്നുണ്ട്. ഇതാണ് സമ്മതിക്കാൻ പറ്റാത്തത്. ഈ ഭയമുള്ളതുകൊണ്ട്, സംസാരത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലം നമുക്കുള്ളതുകൊണ്ട് നമ്മളതിനെ ഭയക്കുകയോ നമ്മൾ രേഖപ്പെടുത്താതിരിക്കുകയോ അതാണ് അന്തിമമായിരിക്കുന്ന സാധ്യത എന്നും ഉണ്ടാതിരിക്കുകയോ ചെയ്യും. അപ്പോൾ ഈ ദോലന പ്രക്രിയയെ നമ്മൾ നിഷേധിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശീലം, സംസാരത്തെ നിഷേധിക്കാനുള്ള നമ്മുടെ ശീലം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ
എതിർച്ചയാ നമ്മൾ സംസാരത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഭയമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഭയം. എന്തുകൊണ്ട്? അയ്യോ, ഞാനിത് വീണു പോവുകയാണോ, ഞാൻ വീണ്ടും എന്നെ മായയിലേക്ക് കൊണ്ടുവരികയാണോ എന്നൊക്കെയുള്ള ഭയമുണ്ടാകും. ഭയരഹിതമായിരിക്കുന്നതിന് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള സുവർണവാക്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അതില്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബോധാവസ്ഥയുടെ തുടക്കത്തിൽ, ബോധാവസ്ഥയിൽ സംഭവിക്കുന്ന ഈ ദോലന പ്രക്രിയ ഒന്ന് അറിയണമല്ലോ. അതറിയാൻ പലർക്കും സാധ്യമാകാറില്ല. ആ ബോധാവസ്ഥയുടെ എത്തിനോട്ടത്തിൽ തന്നെ ഒരു മോഹാലസ്യം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ വീണ്ടും വീണ്ടും മോഹാലസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണോ വേദാന്തികൾ ഈ സംസാരത്തിൽ മോഹാവേശിതനായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, ചില ആൾക്കാർ, ചില സത്യാന്വേഷികൾ സംസാരരഹിതമാകുന്ന സത്യത്തിൻ്റെ കാര്യത്തിലും മോഹാവേശിതരാണ്. ഈ രണ്ട് മോഹാവേശവും വെറും ആവേശം മാത്രമാണ്. ഇതിലാവേശിക്കുന്നതിനേക്കാൾ അതിലാവേശിച്ച കൊള്ളാം എന്ന് പറയുന്നത് നമ്മളൊരു സദാചാര പാഠത്തിൽ നിന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. അത് സത്യാവസ്ഥയൊന്നുമല്ല. അതും സന്തുലിതമായിരിക്കുന്ന അവസ്ഥയല്ല. അപ്പോൾ അതിലും എത്തി നോക്കുന്നതോടെ മോഹാവേശപ്പെട്ടു പോകുന്നു, അതിലും മോഹാലസ്യപ്പെട്ടു വീഴുന്നു. എത്തി നോക്കുന്ന അല്ലാതെ സ്ഥിരമായി നിൽക്കാൻ സാധിക്കില്ല. സ്ഥിരമായി നിൽക്കാൻ സാധിക്കുമ്പോൾ ദോലന പ്രക്രിയ ഉണ്ടാകുകയാണെങ്കിൽ ആ ദോലന പ്രക്രിയയും ഭയക്കും. ഞാൻ തിരിച്ചു പോഴും. ഇറ്റ്സ് എ പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ. തിരിച്ചൊരിക്കലും പഴയ ബന്ധനത്തിലേക്ക് തിരിച്ചു വരുന്നതേയില്ല. തീർച്ചയായിട്ടും ആ ബന്ധനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ പെൻഡുലേഷൻ എന്ന് പറയുന്നത് അനുഭവിക്കുന്ന ഒരവസ്ഥ എല്ലാ ബുദ്ധന്മാരുടെയും ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ സംസാരത്തെ നിഷേധിച്ചുകൊണ്ടല്ല അവർ പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അവർക്ക് സംസാരത്തെ ഭയമില്ല. സംസാരത്തെ അവർ സ്നേഹിക്കുന്നു. എങ്ങനെയാണോ ഗൗതമ ബുദ്ധൻ ബോധപ്രാപ്തി കഴിഞ്ഞ് ജനപദത്തിലേക്ക് ഇറങ്ങി വന്നത്, അതൊരു സൂചനയാണ്. ജനപദത്തിലേക്ക് ഇറങ്ങി വന്നത് അതുപോലെ അവർ വീണ്ടും വീണ്ടും ഈ സംസാരത്തിലേക്ക് തിരിച്ചു വരും. കാരണം അവർ തന്നെയാണ് ഈ സംസാരം, അവർ തന്നെയാണ് ഈ ബഹുവർണ്ണ ശബളമായിരിക്കുന്ന ഈ ജഗത്ത് എന്നവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെയാണ് അതിനെ തള്ളിപ്പറയാൻ സാധിക്കുക? അതിൽ നിന്ന് മാറി നിൽക്കാനൊക്കില്ല. മഹത്തായ അനുഭവം അവിടെയുണ്ട്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് കവി പാടിയതുപോലെ വീണ്ടും വീണ്ടും അവർ അതിനേക്കാവശ്യമായ കർമ്മങ്ങൾ സഞ്ചയിച്ച്, കാരണം കർമ്മമില്ലാതെ ശരീരമില്ല, കർമ്മങ്ങൾ സഞ്ചയിച്ച് അവർ വീണ്ടും വീണ്ടും ഈ ഉപവനത്തിലേക്ക് വരുന്നു. ഇതും തർക്കവിഷയമാണ്. മോക്ഷപ്രാപ്തി എന്ന ഒരു കാരറ്റ് ബിഫോർ എ ഹോഴ്സ് ഇട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആശാസ്യമായൊരു പ്രസ്താവനയല്ല. അവർക്ക് ഇത് ചെയ്തില്ല. ഇത് സാഹസികന്മാർക്കുള്ളതാണ്, ധൈര്യവാന്മാർക്കുള്ളതാണ്, ഭീരുക്കൾക്കുമല്ല. സംസാര ഭയം എന്ന് പറയുന്നത് തന്നെ സംസാരത്തെ ഭയക്കാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ടാണ് ആ വാക്കുണ്ടാകുന്നത്. അങ്ങനെ സംസാര ഭയത്തിൽ നിന്ന്, ഭവഭയത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നൊരു ശീലം നമ്മുടെ ഇവിടെ ഭാരതീയരുടെ ഇടയിലുണ്ട്. അപ്പം ഭവഭയത്തിൽ നിന്ന് മോചനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭവത്തിൽ ഭയമില്ലാതെ മുഴുകുക എന്നുള്ള അർത്ഥത്തിലുമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പം അതാണ് ബോധപ്രാപ്തന ഉണ്ടാകുന്നത്. അവൻ ബോധപ്രാപ്തിയിൽ നിന്ന് അവൻ തിരിച്ച് വീണ്ടും സമാധിസ്ഥമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ അവൻ കർമ്മം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. കർമ്മം ചെയ്താലല്ലാതെ കർമ്മഫലം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നിയമം അതാണ്, കർമ്മ നിയമം ഉണ്ടാകും. ആ കർമ്മ നിയമം എവിടെ നിന്നുണ്ടായി? ആണവമലം, കാർമ്മികമലം, മായികമലം എന്നിങ്ങനൊരു ഓർഡറിലാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. മറ്റ് പല വിഭാഗക്കാരും പല സംഹിതക്കാരും പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. അതിൻ്റേതായ പ്രസക്തിയുണ്ട്. ആണവമലം എന്ന് പറയുന്ന ആദ്യമായി ഞാൻ, അതായത് ഈ അഹംബോധം പ്രപഞ്ചമായി തിരിയുന്നതിന് കാരണമായിരിക്കുന്ന ഇമ്പ്യൂരിറ്റിയാണ്, പ്രൈമോഡിയൽ ഇമ്പ്യൂരിറ്റിയാണ് ഇവിടെ ആണവമലം എന്ന് സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്
പ്രപഞ്ചമായി തീരണം എന്ന് തീരുമാനിക്കപ്പെട്ടത്. നാസരീയ സൂക്തത്തിൽ ഒരു ആഗ്രഹം എന്നതിനെ പറയുന്നു. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹമുണ്ടായത് കൊണ്ട് സൃഷ്ടി ഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നു എന്നുകൊണ്ട് പ്രപഞ്ചത്തിനകത്ത് സുഖദുഃഖങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഏറിയും താന്നും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സുഖാനുഭവങ്ങളും നിത്യമല്ലാത്ത സുഖാനുഭവങ്ങളും കൂടിക്കലർന്നിരുന്നു കൊണ്ട് അതിൻ്റെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് കാർമ്മികമലം. ഇത് നമ്മുടെ വിശദീകരണമാണ്. ഈ കാർമ്മികമലത്തിൻ്റെ ഇൻഫറൻസ് കൊണ്ട്, അതുകൊണ്ട് നമ്മളിത് രണ്ടും അറിയാതെ, ഈ ആണവമലം ഉണ്ടെന്നോ കാർമ്മികമലം ഉണ്ടെന്നോ അറിയാതെ ഓരോ ജന്തുവും ഓരോ ജീവിയും അവനവൻ്റെ ചെയ്തികൾ കൊണ്ട് പുതിയ പുതിയ കർമ്മങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മായികമലം. എന്നെങ്കിലും കാർമ്മികമലത്തെയോ ആണവമലത്തെയോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വ്യാപനത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ആ ശ്രദ്ധിക്കാതിരിക്കുന്ന അവസ്ഥയെ മായികമലം എന്ന് പറയും. അപ്പോൾ ഈ മായികമലം സ്വീകരിച്ചുകൊണ്ട് ഇത് മൂന്നും അറിയുന്ന തുര്യാതീതൻ അല്ലെങ്കിൽ ബുദ്ധൻ ബോധപ്രാപ്തൻ എന്ത് ചെയ്യുന്നു? ഇതിനെയൊക്കെ അറിഞ്ഞുകൊണ്ട് ഈ മായികമലത്തെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കും. എങ്ങനെ ഉപയോഗിക്കുന്നു? ആവശ്യമുള്ള കർമ്മം സ്വീകരിച്ച് സഞ്ചയിച്ചു വയ്ക്കുന്നു. അവനവൻ്റേതായ യാത്രകൾക്ക്, ജീവിതങ്ങളിലേക്ക് പോകുന്ന യാത്രകൾക്കായി സഞ്ചയിച്ചു വയ്ക്കുന്നു. ഒരാൾ ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങിച്ചു വയ്ക്കുന്നു, യാത്രയ്ക്ക് വേണ്ടി ഫോറിൻ എക്സ്ചേഞ്ച് വാങ്ങിക്കുന്നു. ഈ ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ച് തീർക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ, ഇല്ലാത്തത് തിരിച്ചു കൊണ്ടിരുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ കർമ്മത്തെ ആവശ്യം, യഥേഷ്ടം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ, ധാരാളിത്തത്തോടു കൂടി എന്നുള്ള അർത്ഥത്തിലല്ല, ഇഷ്ടം, യഥേഷ്ടം. എങ്ങനെയാണോ ഇഷ്ടം, ആ ഇഷ്ടമനുസരിച്ച് എപ്പോഴാണോ തനിക്ക് തോന്നുന്നത് അതനുസരിച്ച് ഇച്ഛയോടുകൂടി ആ കർമ്മങ്ങളെ ഉപയോഗിക്കാനായി കൊണ്ടുവരുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുകൊണ്ടാണ് വാസനാരഹിതമായി, വാസനയെ സ്പർശിക്കാതെ നീ കർമ്മങ്ങളിലൂടെ യാത്ര ചെയ്യുക എന്ന് ശ്രീരാമചന്ദ്രനോട് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നു. അല്ലയോ രാമ, നീ വാസനയെ സ്പർശിക്കാതെ കർമ്മങ്ങളിലൂടെ പോകുക, എന്നാൽ നിൻ്റെ അന്തരംഗം ശുദ്ധമായിരിക്കും എന്നവിടെ പറയും. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവം എന്ന് പറയുന്നത് സുഷുപ്തിയിലുണ്ടാകുന്നതല്ല, അത് മഹാജാഗ്രത അവസ്ഥയാകുന്ന തുര്യാതീത അവസ്ഥയിലുണ്ടാകുന്നതാണ്. ഇനി ഞാൻ ആ തുര്യാതീതൻ്റെ ഇടയ്ക്കിടയ്ക്ക് മനഃപൂർവ്വം പറഞ്ഞു പോയിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാഗ്രത് സ്വപ്ന സുഷുപ്തിയവസ്ഥകളിൽ വിശ്വതേജസ പ്രാജ്ഞന്മാരുടേതായ എന്ന രൂപത്തിലുള്ള പ്രാണന്മാരുടെ സഹായത്താൽ മനുഷ്യന് ഈ കാര്യങ്ങളിലൂടെ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നു എന്ന് ഉപനിഷത്തുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. തുര്യാവസ്ഥയിൽ തടസ്സൻ എന്ന് പറയുന്നൊരു പ്രാണ സംവിധാനവും കൂടെ ഉണ്ടെന്ന് ചില ഉപനിഷത്തുകൾ പറഞ്ഞിട്ടുണ്ട്. പലരും അത് ശ്രദ്ധിക്കാറില്ല, ഒരുപക്ഷെ അത് അറിഞ്ഞതായി ഭാവിക്കാറില്ല, അറിഞ്ഞിട്ടുമില്ല. അതിനും അതീതമായി പ്രാണരഹിതമായിരിക്കുന്നൊരവസ്ഥയാണ് തുര്യാതീതാവസ്ഥ എന്നൊരു സൂചന ഇവിടെയുണ്ട്. അപ്പോൾ എത്രമാത്രം പ്രാണരഹിതാവസ്ഥയിലാണ് ശാരീരികമായിട്ടൊരുവന് നിലനിൽക്കാൻ സാധിക്കുക എന്നുള്ളത് കൊണ്ടാണ് ആ അവസ്ഥയെ താൽക്കാലികമായിരിക്കുന്ന ദേഹത്തിൻ്റെ നൈരന്തര്യം മാത്രമുള്ളൊരവസ്ഥയായി ചില ഉപനിഷത്തുകളിൽ സൂചിപ്പിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ശരീരത്യാഗം സംഭവിച്ചേക്കും എന്നൊരു സൂചന ചിലയിടത്ത് കാണാം. എന്നാൽ തുര്യാതീതനെ സന്യാസധർമ്മത്തിൻ്റെ ഏറ്റവും മുകളിലുള്ളതായിട്ട് വച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ നൈരന്തര്യമുള്ള ജീവിതങ്ങളുണ്ടെന്നൊരു സൂചനയാണ്. ആ തുര്യാതീതനായിരിക്കുന്ന അദ്ദേഹം തുര്യാവസ്ഥയിൽ തടസ്സൻ്റെ സഹായത്തോടുകൂടി തുര്യാവസ്ഥയും വിശ്വതേജസ പ്രാജ്ഞന്മാരുടെ സഹായത്തോടുകൂടി ജാഗ്രത അവസ്ഥ,
സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ ഇതൊക്കെ തന്നെ അനുഭവിക്കുകയും ചെയ്യും. അവയുടെയൊക്കെ പൂർണിമയോടുകൂടി അനുഭവിക്കും. ജാഗ്രത അവസ്ഥ ജാഗ്രത അവസ്ഥയായിട്ട് ഉപയോഗിക്കും, സ്വപ്നാവസ്ഥ സ്വപ്നാവസ്ഥയായിട്ട് കാണും, സുഷുപ്തി സുഷുപ്തിയായിട്ട്, ഒന്നും കൂടിക്കലരുന്നില്ല. യഥാതഥമായിട്ട് ജാഗ്രത അവസ്ഥ അനുഭവിക്കുന്നതും ആ ബോധപ്രാപ്തനാണ്, സുഷുപ്തി അനുഭവിക്കുന്നതും നന്നായിട്ട് സ്വപ്നം കാണുന്നതും ആ യോഗിയാണ്. എല്ലാം അയാൾ തന്നെ. അതുകൊണ്ടാണ് ഞാനങ്ങനെ ഈ തുര്യാതീതൻ എന്നൊരു വാക്കുകൂടെ ഇവിടെ വീണ്ടും മനഃപൂർവ്വം ഉപയോഗിച്ചത്. ആ ഒരു സാധ്യത ഈ വേദാന്തികളുടെ ഗ്രന്ഥങ്ങൾ തന്നെ മുന്നോട്ട് വച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലുള്ള മഹാശൂന്യാവസ്ഥ അല്ലെങ്കിൽ പ്രപഞ്ചരാഹിത്യം, സൃഷ്ടിരാഹിത്യം എന്നൊക്കെ അവർ വിളിക്കുന്ന കാര്യങ്ങൾ സുഷുപ്തിയിലല്ല അനുഭവിക്കുന്നത്, ബോധപൂർവമായ സുഷുപ്തിയിൽ മാത്രമാണ്.